ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാർ ജ്യൂസ് ആണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇന്ന് മോന് പറഞ്ഞു കുറേ ദിവസമായിട്ട് പറയണേ അമ്മ ജ്യൂസ് ഉണ്ടാക്കുക പറയണേ. അപ്പോൾ ഫ്രിഡ്ജിൽ 2 അനാറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവന് വേണ്ടിയിട്ടൊരു അനാർ ജ്യൂസ് ഉണ്ടാക്കുകയാണ്. ഇതാണ് അനാർ ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് പറഞ്ഞാൽ 2 അനാർ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബീട്രൂട്ട്, പഞ്ചസാര, ഐസ് ക്യൂബ്, പച്ചവെള്ളം, പാല്. ഇതിൽ നമുക്ക് ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ബീട്രൂട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് അനാറിടുക. അതുപോലെ തന്നെ ഇപ്പോൾ ബീട്രൂട്ട് ഞാൻ ഇവിടെ ബീട്രൂട്ട് ഉണ്ടാവുകൊണ്ടാണ് ബീട്രൂട്ട് ഇട്ട്. ബീട്രൂട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബീട്രൂട്ട് ഇട്ടു. കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പഞ്ചസാര ഇട്ടു. വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇടുക, അല്ലാണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം ഒഴിക്കുക. ഏതാ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ ചെയ്യുക. കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഐസ് ക്യൂബ് അല്ല, ഐസ് വെള്ളമായിരുന്നു, ക്യൂബ് വെള്ളമായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. നമുക്ക് മിക്സിയിൽ ഒന്ന് പിടപ്പിക്കാം. എന്താ പറയുക, ബീട്രൂട്ട് മാത്രം ഒറ്റയ്ക്ക് അടിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുക. എന്നിട്ട് ആ ബീട്രൂട്ട് ആകാത്തത് കളഞ്ഞിട്ട് പിന്നെ അനാർ അതിൽ ചേർത്ത് അടിച്ച് പാല് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ ചെയ്യല്. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പച്ചപ്പാലാണ്. അപ്പം ആ പാൽ ഇതിക്ക് കുറച്ച് ഒഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ, മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മധുരം ഇഷ്ടമല്ലാത്തവർ പഞ്ചസാരയെ തൊടണ്ട, അങ്ങനെ കുടിച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ അനാറിൻ്റെ ഒപ്പം നമ്മൾ ബീട്രൂട്ട് പിന്നെ അരയ്ക്കുമ്പോൾ നല്ലോണം അരയണം കേട്ടോ. ഇത് കണ്ട അടിപൊളിയായിട്ട് ജ്യൂസ് ഉണ്ട്. അപ്പം നമുക്കിത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ അനാർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു. അനാർ ജ്യൂസിൻ്റെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനി നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം, എന്നാലേ എനിക്ക് ഇനിയുള്ള പിന്നെ പുതിയ ഓരോ വ്ളോഗ്സിനും എന്താ പറയുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായി വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.